ആനിമാമോ നമസ്കാരമുണ്ടേ. നമസ്കാരം. പൂക്കളുടെ നടുവിൽ അങ്ങ് നിൽക്കുവാണല്ലേ? ഇത് എത്ര നാളായി കൃഷി തുടങ്ങിയിട്ട്? 4 മാസം. 4 മാസം. ബന്ദി കൃഷി അല്ലേ? കൃഷി വലിയ സന്തോഷമായിരിക്കും ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോൾ. എങ്ങനെ ആ കഥയൊക്കെ ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകരോട്? ഇത് പിന്നെ കോയിപ്പുറം പഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് ഈ ഇത്. അപ്പം ജില്ലാ മിഷനിൽ നിന്ന് ഇതുപോലെ ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിന് എന്നെ വിളിച്ചായിരുന്നു. അവിടെ വന്നപ്പോൾ ഇതുപോലെ ഓണം സംബന്ധമായിട്ട് ബന്ദി കൃഷി നല്ലതായി ചെയ്യുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ച്. അപ്പം ഞാൻ ഏറിയായൊക്കെ ഇത് വളരാനുള്ള സാഹചര്യം അങ്ങനെയുള്ള ഞാൻ എൻ്റെ അടുത്ത വീട്ടിലെ ജയൻ ഈശോ എന്ന് പറയും ബേക്കറി നടത്തുന്ന ജയനോട് ചോദിച്ചപ്പം അമ്മമ്മച്ച് കൃഷി ചെയ്തോളാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ട്രാക്ടർ കൊണ്ടുവന്ന് ആദ്യം ഒന്ന് റെഡിയാക്കി. ഈ കാട് പിടിച്ച് കിടക്കുമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അവരെനിക്ക് നിർദ്ദേശം തന്നു. വാനം പോലെ എടുത്ത് ഇങ്ങനെ പാത്തി പോലെ ജില്ലാ മിഷനിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ അവിടെ ജില്ലാ മിഷൻ പിന്നെ അവർ അവിടെ ഉണ്ടായിരുന്നു. ഏതോ ഒരു സാറുണ്ടായിരുന്നു ഈ കൃഷി വകുപ്പ് സംബന്ധമായിട്ടുള്ള. അങ്ങനെ ഒരു ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അപ്പം ഈ ചെടിക്ക് നമുക്ക് അരിയാണോ എന്തോ? അല്ല, ചെറിയ തയ്യ, കുഞ്ഞു തയ്യ. ഒരു ഞാൻ 5000 ഒരെണ്ണത്തിന് 3 രൂപ വെച്ച് 5000 തൈക്ക് 15,000 രൂപ കൊടുത്ത് ടെമ്പോയിൽ ഇറക്കി കാണും അല്ലേ? അവർ തന്നെ ടെമ്പോയിൽ എൻ്റെ വീടിന്റെ മുറ്റത്ത് എല്ലാത്തിനും കൂടാണോ തൈക്ക്? മൊത്തം തൈക്ക് 15,000 രൂപ. 5,000 ഇറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്കാണ് ഇതൊക്കെ അതോ? അല്ല, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ പിന്നെ JLG കൃഷിയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അത് ഞങ്ങൾ 4 പേര്, പ്രണവം എന്നാ അതിൻ്റെ പേര്. അപ്പോൾ 4 പേരുണ്ട്. അവരിപ്പം ജോലിക്കാരാ. അപ്പം ഞങ്ങൾ 4 സ്ത്രീകളാണ്. പക്ഷേ ഞങ്ങൾ ജെൻസിനെ നിർത്തിയ ഇവിടെ ഒക്കെ ചെയ്യിച്ച് പിന്നെ ഓരോന്നും അങ്ങനെ കുഴിച്ചു വെച്ച് തയ്യ. പിന്നെ 5,000 ഇല്ല, അതിൽ എൻ്റെ ഒരു വേറെ 10-ാം വാർഡോ പിന്നെ ഇല്ലേ ഒരു ഇതുപോലെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് 1000 തൈ കൊടുത്തു. കുറച്ച് കാശ് തന്നു. അങ്ങനെ 4000 തൈ നമ്മളിവിടെ വെച്ചു. 4,000 കിളിച്ചു. നല്ല ഇതായിട്ട് കിളിച്ചു. അത് കാണുമ്പോൾ തന്നെ അറിയാം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. നല്ലതായിട്ട്. ഇതിന് എനിക്ക് ഈ നമുക്ക് ബന്ദികൃഷിയെ പറ്റി എനിക്ക് വലിയ അറിവില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം ഒരു പൂവാകാൻ ശരിക്കും എത്ര സമയം എടുക്കും? പൂവാകാൻ 2 മാസം കൊണ്ട് പൂവാകും. അഥവാ മുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ട്, ഇതിപ്പം പൂർണ്ണമായിട്ട് വിടർന്നിട്ടില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് കണ്ട ഈ ചെറിയത് കൂടെ ഇത് കണ്ട, ഇത് ഏകദേശമൊക്കെ ആയി തണ്ടിത്. ഇത് ഇനി ഇങ്ങനെ മൊത്തം പിന്നെ വിടർന്ന് കഴിയുമ്പോൾ തണ്ട് ഈ ടൈപ്പ് ആകും. ഈ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിക്കാൻ, ഇത് ഒരു പൂവായിട്ടില്ല. ഇത് എന്നാലും തണ്ട് ഇവിടം കുറച്ച് ഒരു ശകലം കൂടെ വിടരാൻ. പൂർണ്ണമായി കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും ഇതല്ലേ? 12 ദിവസമൊക്കെ നിൽക്കും. 15 ദിവസം എന്നാ പറയുന്നേ. പക്ഷെ നിൽക്കും, കേടുവരത്തില്ല. പിന്നെ ഇത് ആദ്യം ഉണ്ടായത് തണ്ട് ഇതൊക്കെ കണ്ടോ, അത് അങ്ങ് ഈ കളർ മാറുന്നത് എങ്ങനെയാ? ഇത് ഈ കളറാ, 2 ടൈപ്പ്, മഞ്ഞയും ഓറഞ്ചും. ഓറഞ്ച് ആദ്യം പൂവിട്ടത്. ഇപ്പം വളത്തിന്റെ ഇതുകൊണ്ട് മഞ്ഞ ഇത്രയും ഇതായിട്ട് നല്ല ഇതായിട്ട് വന്നു. ഞാൻ എലിമെന്റ്സിന്റെ വളവ, നല്ല വളവ, ആ പ്രൊഡക്റ്റാണ് വാങ്ങിച്ച് ഇട്ടത്. അതിൻ്റെതായി മഞ്ഞയ്ക്ക് നല്ല അത് തന്നെ അല്ല കണ്ടില്ലേ, മുട്ട ഒക്കെ ഒത്തിരി. നമ്മൾ ഈ ഓരോ കമ്പയിലും ഇങ്ങനെ പിന്നെയും മുട്ട വരും. അത് തന്നെയല്ല, നമ്മൾ ഈ ഇതായ ശരിക്കും ആയ ചെടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ പറിച്ചു നല്ലതായിട്ടായ. ഞാൻ കത്രിക കൊണ്ടുവന്നില്ല, കത്രിക എടുത്തോണ്ട് വരായിരുന്നു. കത്രിക. ഓക്കെ, സന്തോഷം. പിന്നെ ഇത് ഓറഞ്ച് കൂടെ ഒന്ന് കാണിക്കും, നന്നായിട്ടായ ഒരു ഓറഞ്ച്. ഇങ്ങനെ കുമ്പിട്ട് കിടക്കുന്നുണ്ട്. ഇത് ആയിട്ടില്ല, ഇങ്ങനെ കുമ്പിട്ട് കിടക്കുന്നുണ്ട്. ഇതായിട്ടില്ല കണ്ടോ, കുറച്ചുകൂടെ വരും. ഏകദേശം ഈ വലിപ്പം വരണം. ഇത്രയും വരത്തില്ല. അത്ര ഇത് കണ്ടോ, ഇതുപോലെ നല്ല. അപ്പോൾ ഓണത്തിന്റെ സമയത്ത് നമുക്ക് കുറച്ച് പൂവേ ആയുള്ളൂ. അതൊരു 5 കിലോ യോളം
ഞാനിതുപോലെ കൊടുത്തു. അന്നേരം ആയില്ല, അത് കഴിഞ്ഞ ഉടനെയാ അന്നേരം നല്ല മൊട്ട് വന്ന് വിടർന്നു. ഇപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്ന എത്ര കിലോ പൂ കാണും ഏകദേശം? ഇത് ഏകദേശം 100 കിലോയോളം 100 കിലോയോളം ഉണ്ട്. അപ്പോൾ ഈ 100 കിലോയും ഓണത്തിനായിരുന്നെങ്കിൽ 100 അല്ല 200 അല്ല 1000 അല്ലായിരുന്നു ആവശ്യക്കാരുണ്ട്. ഇപ്പം നവരാത്രിയൊക്കെ വരുവാണല്ലോ. എന്തായാലും പൂക്കൾ ആവശ്യമുള്ളവർ ആൻറ്റിയെ തേടി വരട്ടെ. ഈ നമ്മുടെ സ്ഥലം ഏതാ ഇത് കറക്റ്റ്? ഇത് നെല്ലിമല കൊച്ചാലമുട് 17 കോയിപ്പുറം പഞ്ചായത്തിൽ 17ാമത്തെ വാർഡ്. തിരുവല്ലായിന്നും കോഴഞ്ചേരിന്നും ഒക്കെ വരുന്നവർ കുമ്പനാട് എരവേരിന്നും വരാം. OEM സ്കൂളിൻ്റെ അതുവഴി ഇങ്ങോട്ട് വന്നാൽ. ഓക്കെ. അപ്പോൾ ഈ വരുന്നവർക്ക് നമ്മൾ പൂ പറിച്ചു കൊടുക്കുന്നത് ആരാ? ഞാൻ തന്നെ അല്ല, പിന്നെ എനിക്ക് ഒരു ഹെൽപ്പിന് ഒരാളൂടെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം സെറ്റപ്പ് അപ്പം എല്ലാം വാങ്ങിച്ചു. ഇനിയും ഇതിലിപ്പോ നമുക്ക് തൈ ഉണ്ടോ? അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എങ്ങനെയാ? ഇത് ഇപ്പം ഇതിന്റെ അനുസരിച്ച് 1 വർഷം കൂടെ ഇത് തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും. കാരണം നമ്മൾ ഈ പൂ കട്ട് ചെയ്യുമ്പോഴേ അവിടെ തന്നെ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ കൊച്ചു കൊച്ചു മുട്ടുകൾ തേണ്ട, ഈ മുട്ടുകളൊക്കെ ഡെയിലി നമുക്ക് പൂ കിട്ടും. പിന്നെ പ്രാവശ്യം പൂ നമ്മൾ വിറ്റാൽ പിന്നെ ഒരു പ്രാവശ്യം കൂടെ കിളിക്കാതോ? അങ്ങനെ ആണെന്നാ അനുഭവം ഉണ്ട്. എനിക്കിപ്പം ഞാൻ കട്ട് ചെയ്യുന്നിടത്തെല്ലാം ഇതുപോലെ വരുന്നുണ്ട്. കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഉടനെ അതങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ മഴ നമുക്ക് ശല്യമാണ്. കാരണം ഇതിന് ആരോഗ്യമില്ലാത്തതുകൊണ്ട് പൂ താഴോട്ട് പോകും. വെള്ളം വീണാൽ പെട്ടെന്ന്. അല്ല, നമ്മൾ വെള്ളം നനയ്ക്കുന്നത് രാവിലെയും വൈകിട്ടും വെള്ളം ഇതിന് നനയ്ക്കത്തില്ല, പൂവിന് നനയ്ക്കത്തില്ല. ചെടിക്ക് ഈ ഓസിട്ട് നമ്മൾ താഴെ അടി വെച്ച് അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കും. സത്യത്തിൽ ഒരു സ്വയം തൊഴിലല്ലേ? സന്തോഷമായിരുന്നു കൃഷിയെ അങ്ങനെ ചെയ്തത്. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഇച്ചിരി മനസ്പ്രയാസമുണ്ട്. ഇത്രയും പൂ ഇങ്ങോട്ട് നിൽക്കുന്ന കാണുമ്പോൾ അതിന് കച്ചവടമാകണം. അത് തന്നെ. അല്ല, പ്രഷറൊന്നും ഇല്ല. ഇപ്പൊ എനിക്ക് പ്രഷറുമായി. 2 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ടെൻഷനായി. ഓണത്തിനായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. ശരി. വീട്ടിലാരൊക്കെയാണ്? ഭർത്താവുണ്ട്. പേരെങ്ങനെ? അച്ഛൻ്റെ പേര് ജോർജ് വർഗീസ്. വീട്ടിൽ വിളിക്കുന്ന അച്ഛൻ കുഞ്ഞ്. അച്ഛൻ ജോലി എന്തെങ്കിലും ഉണ്ട്? അച്ഛൻ ഹോട്ടൽ നടത്തുന്നുണ്ട്. ഹോട്ടലിന്റെ അനീഷ് ഹോട്ടൽ. മക്കളൊക്കെ? എനിക്ക് 3 ആൺപിള്ളേരാണ്. മൂത്ത മോനിപ്പം വീട്ടിലുണ്ട്. രണ്ടാമത്തെ മോന് UK-ല. പിന്നെ കൊച്ചു മോന് തിരുവനന്തപുരം GV രാജ സ്കൂളിലെ അറ്റൻഡിക്സിന്റെ കോച്ചായിട്ട്. 3 പേരും കല്യാണം കഴിച്ചു. കൊച്ചുമക്കളൊക്കെ ഉണ്ടോ? ഇല്ല, കൊച്ചുമക്കളായില്ല. പിന്നെ രണ്ടാമത്തെ മോനും മോളും UK-ലെ BSc നഴ്സാ. പിന്നെ മൂത്ത ഇല്ല, മരുമക്കളൊന്നും ഇല്ല. പിന്നെ മോള് വരുന്നുണ്ടേ, കൊച്ചു മരുമോള് വരുന്നുണ്ടേ വന്ന് കാണുകയും അവൾ ഇതിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും, മോനും മോളും കൂടെ. അപ്പോൾ നമ്മുടെ ആനിയമ്മാമ്മയുടെ മനോഹരമായ ബന്ദിപ്പൂക്കളുടെ നടുവിലാണ് ഞാനും ഇപ്പോൾ നിൽക്കുന്നത്. പെൻഷനായി വീട്ടിൽ ഇരിക്കേണ്ട ഒരു പ്രായത്തിൽ കൊച്ചു കുട്ടികളെപ്പോലെ ഓടി നടന്ന് പൂവിൻ്റെ കൃഷി തന്നെയാണ് ആൻറ്റി ചെയ്തത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വർണ്ണശബളമായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്, കാണുന്നവർക്കും സന്തോഷമാണ്, ചെയ്യുന്നവർക്കും സന്തോഷമാണ്. എന്തായാലും ഈ കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചതിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെയും അഭിനന്ദനം ചേച്ചിയെ അറിയിക്കുന്നു. എന്തായാലും ഇത് തുടരട്ടെ. തീർച്ചയായിട്ടും തിരുവല്ല മീഡിയയുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കൃഷി അല്ലെങ്കിൽ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവരെ നമ്മളും പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരു സംരംഭമാണ്. ഇപ്പം പൂക്കട നടത്തുന്നവരെ അല്ലാതെ ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ വരുന്നു, പൂക്കൾ ആവശ്യമുള്ള ബന്ദിപ്പൂക്കൾ ആവശ്യമുള്ള ഏതൊരാൾക്കും നമ്മുടെ ആനിയമ്മാമ്മയെ വിളിക്കാം. ഫോൺ നമ്പർ ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. ഈ സ്ഥലമെന്ന് പറയുന്നത് കുമ്പനാടിനടുത്ത് നെല്ലിമല കോയിപ്പുറം പഞ്ചായത്തിലാണ്. എന്തായാലും ആൻറ്റി ഒത്തിരി സന്തോഷം, ഒരുപാട് അഭിനന്ദനങ്ങൾ. വെച്ചടി കയറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആളുകളുടെ മനസ്സിനെയും ഇതുപോലെ സന്തോഷപ്പെടുത്താൻ, തൃപ്തിപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക്സ്.